Welcome my dear friends to a new lecture in MET 304 Dynamics and Design of Machinery. ഇന്ന് നമ്മൾ ഡിസ്കഷനിൽ വരുന്നത് മൊഡ്യൂൾ 3-ലെ പ്രിൻസിപ്പൽ സ്ട്രെസ്സിൽ വരുന്ന ഒരു പ്രോബ്ലമാണ് സ്ട്രെസ് കോൺസെൻട്രേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രോബ്ലം. ദാറ്റ് മീൻസ് സ്ട്രെസ് കോൺസെൻട്രേഷൻ ഫാക്ടർ. മൈ നെയിം ഈസ് മുഹമ്മദ് റനീസ്, അസിസ്റ്റൻറ്റ് പ്രൊഫസർ, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ME എഞ്ചിനീയറിംഗ് കോളേജ്, പെരിന്തൽമണ്ണ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡിഫറെൻറ്റ് വീഡിയോ ലെക്ചേഴ്സ് അവൈലബിൾ ആണ്. നമ്മൾ ഈ ടോപ്പിക്കിലേക്ക് പോവാം. ഇത് നമ്മളൊരു പ്രോബ്ലമാണ് ഡിസ്കഷനിൽ വരുന്നത്. 6th സെമസ്റ്റർ BTech ഡിഗ്രി എക്സാമിനേഷൻ ജൂൺ 2022 19 സ്കീമിലുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. 16B ആണ്, മൊഡ്യൂൾ 3-ൽ വരുന്ന ക്വസ്റ്റ്യനാണ്. സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനാണ്. 10 മാർക്കിനാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ക്വസ്റ്റ്യൻ എങ്ങനെയാണ് വരുന്നത്? Find the maximum stress induced in the following cases, taking stress concentration into account. And first one, a rectangular plate 50 mm into 10 mm with a hole 10 mm diameter is subjected to an axial load of 10 kN. അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത്, a stepped shaft has maximum diameter 45 mm and the minimum diameter 30 mm. The fillet radius is 6 mm. The shaft is subjected to an axial load of 10 kN. ഈ രണ്ട് കേസിലും മാക്സിമം സ്ട്രെസ്സാണ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പാർട്ട് നോക്കാം. റെക്റ്റാങ്കുലർ പ്ലേറ്റിൻ്റെ കേസ് നോക്കാം. റെക്റ്റാങ്കുലർ പ്ലേറ്റിൻ്റെ കേസിൽ വരുന്നത്, റെക്റ്റാങ്കുലർ പ്ലേറ്റ് 15 mm വിടുത്ത് 10 mm തിക്കായിട്ടുള്ള ഒരു പ്ലേറ്റാണ്. അതിൽ ഒരു 10 mm ഒരു ഹോള് ഡ്രിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ആക്സിയൽ ലോഡ് ഉണ്ട് 10 kN. ഇപ്പോൾ ഫിഗർ ഒന്ന് ഡ്രോ ചെയ്യാം. റഫായിട്ടൊന്ന് ഫിഗർ ഡ്രോ ചെയ്തിടാം. ഒരു റെക്റ്റാങ്കിളാണ്. റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത്ത് നമുക്കൊരു പാരാമീറ്റർ ഇമ്പോർട്ടൻ്റ് അല്ല. ഇവിടെ അതിൻ്റെ വിടുത്ത് തന്നിട്ടുണ്ട് 50 mm, 50 mm വിടുത്ത് തന്നിട്ടുണ്ട്. പിന്നെ ഒരു ഹോള് ഡ്രിൽ ചെയ്തിട്ടുണ്ട്. 10 mm ഡയമീറ്റർ വരുന്ന ഒരു ഹോള് ഡ്രിൽ ചെയ്തിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് വന്നിട്ടുള്ളത്, അതിൽ ആക്സിയൽ ലോഡ് 10 kN ആക്സിയൽ ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് കണ്ടീഷൻ. ഇവിടെ നമുക്ക് മാക്സിമം സ്ട്രെസ്സാണ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ മാക്സിമം സ്ട്രെസ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ അതിൻ്റെ ഇക്വേഷൻ അറിയണം. മാക്സിമം സ്ട്രെസ്സിൻ്റെ ഇക്വേഷൻ എന്താണെന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്ട്രെസ് കോൺസെൻട്രേഷൻ ഫാക്ടർ അറിയണം. എന്താണ് സ്ട്രെസ് കോൺസെൻട്രേഷൻ ഫാക്ടർ? സ്ട്രെസ് കോൺസെൻട്രേഷൻ ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രെസ് കോൺസെൻട്രേഷൻ ഫാക്ടറിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് KT എന്നുള്ള രീതിയിലാണ്. KT സ്ട്രെസ് കോൺസെൻട്രേഷൻ ഫാക്ടർ KT ഈക്വൽ ടു ഇക്വേഷൻ വരുന്നത് സിഗ്മ മാക്സിമം സ്ട്രെസ് ഡിവൈഡ് ബൈ സിഗ്മ നോമിനൽ സ്ട്രെസ്. ഇതാണ് സ്ട്രെസ് കോൺസെൻട്രേഷൻ ഫാക്ടർ. ഇനി ഇവിടെ നമ്മളെ ഇക്വേഷനിൽ മാക്സിമം സ്ട്രെസ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. സിഗ്മ മാക്സ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? സിഗ്മ ഇൻറ്റു KT എന്ന് പറഞ്ഞിട്ട് എഴുതാം. അതിൽ സിഗ്മ എന്താണെന്നുള്ള ഫൈൻഡ് ഔട്ട് ചെയ്യണം. KT എന്താണെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യണം. KT എന്താണ്? സ്ട്രെസ് കോൺസെൻട്രേഷൻ ഫാക്ടറാണ്. എന്താണ് സ്ട്രെസ് കോൺസെൻട്രേഷൻ ഫാക്ടർ എന്നുള്ളത് നമുക്ക് നമ്മുടെ ഡാറ്റ ബുക്ക് യൂസ് ചെയ്തിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാം. അപ്പോൾ ഡാറ്റ ബുക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത് മഹാദേവൻ്റെ ഡാറ്റ ബുക്കാണ്. ഓക്കെ, അതിൽ പേജ് നമ്പർ 36 നോക്കാം. പേജ് നമ്പർ 36-ൽ ഒരു ഗ്രാഫിക്കലായിട്ട് റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട്. ഇതേ രീതിയിലുള്ള ഫിഗർ. അതിൻ്റെ വെടുത്ത് തന്നിട്ടുണ്ട്, ദെൻ തിക്നെസ് തന്നിട്ടുണ്ട്. തിക്നെസ് മീൻസ് വെടുത്ത് ആൻഡ് ഡയമീറ്റർ ഓഫ് ദ ഹോൾ. അപ്പോൾ ഇതിൻ്റെ വെടുത്തിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് B ആയിട്ടും, ദെൻ വെടുത്തിനെ B ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യാം. ദെൻ ഹോൾ ഡ്രിൽ ചെയ്ത് ഡയമീറ്റർ നമ്മൾ A ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യാം. ദാറ്റ് മീൻസ് A/B എന്ന് പറഞ്ഞിട്ടുള്ള റേഷ്യോ അതിൽ തന്നിട്ടുണ്ടാവും. ആ ഡാറ്റ ബുക്കിൽ നോക്കിയിട്ട് A/B റേഷ്യോ ഇവിടെ എത്ര വരുന്നുണ്ട്? A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയമീറ്ററിൻ്റെ ഹോളിൻ്റെ ഡയമീറ്റർ 10 ആണ്. ദെൻ വിഡ്ത്ത് ഓഫ് ദ പ്ലേറ്റ് 50 ആണ്. നമുക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 0.2 എന്ന് പറഞ്ഞ വാല്യൂ കിട്ടും. ഓക്കെ, അപ്പോൾ ഡാറ്റ ബുക്കിൽ
എക്സ് ആക്സിസിൽ വാല്യൂസ് ഉണ്ടാവും ഡിഫറെൻറ്റ് A/B റേഷ്യോ. ദെൻ വൈ ആക്സിസിൽ എന്ത് കിട്ടും? KT വാല്യൂ ഉണ്ടാവും. അതിൽ നിന്ന് ഡാറ്റ ബുക്കിൽ നമുക്ക് KTൻ്റെ വാല്യൂ കറസ്പോണ്ടിങ് 0.2 A/B റേഷ്യോയിൽ KTയുടെ വാല്യൂ കിട്ടുന്നത് 2.55. അപ്പോൾ ഡാറ്റ ബുക്ക് എല്ലാവരും യൂസ് ചെയ്യാം. ഓക്കെ. ദെൻ ഇതിവിടെ നേരിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ദെൻ സ്ട്രെസ് എന്താണ്? സ്ട്രെസ് എന്താ? ലോഡ് ബൈ ഏരിയ ആണ്. ഇവിടെ ലോഡ് എന്താണ്? P എന്ന് പറഞ്ഞ ലോഡ് ഡിവൈഡ് ബൈ അതിൻ്റെ ഏരിയ ഇൻറ്റു KT. ഇവിടെ P എന്തായിരുന്നു? P എന്താ ലോഡ്? 10 × 10⁻³ ദാറ്റ് മീൻസ് കിലോ ന്യൂട്ടനെ ന്യൂട്ടണിലേക്ക് കൺവേർട്ട് ചെയ്തു. A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം ഏരിയ കണക്ട് ചെയ്യണം. എവിടെയാണ് മിനിമം ഏരിയ വരുന്നത്? മിനിമം ഏരിയ വരുന്നത് ഈ ഒരു പോർഷനിലായിരിക്കും അല്ലേ? ഇത് കട്ട് ചെയ്യുന്ന സമയത്ത് ഈ ലെങ്ത്തും ഈ ലെങ്ത്തും. അപ്പോൾ ആ ലെങ്ത്തും ഈ ലെങ്ത്തിൻ്റെയും കറസ്പോണ്ടിങ് എത്ര വരും? വാല്യൂ ടോട്ടൽ 50 ആണ്. 50ന്ന് 10 മൈനസ് ചെയ്യണം. ദാറ്റ് മീൻസ് 50 - 10 അതിൻ്റെ വിഡ്ത്ത് കിട്ടി. ദെൻ അതിൻ്റെ തിക്നെസ്, ക്വസ്റ്റ്യനിലെ തിക്നെസ് ഗിവൺ ആണ് 10 mm. തിക്നെസ് ഗിവൺ ആണ് T = 10 mm. അപ്പോൾ 10 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഏരിയ കിട്ടി ഇൻറ്റു KT വാല്യൂ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ ഡാറ്റ ബുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്തു 2.55. ദെൻ ഇവിടെ നമുക്കിതെല്ലാം കട്ട് ചെയ്യാം. കാൽക്കുലേറ്റർ യൂസ് ചെയ്തിട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വാല്യൂ ഫൈനലി നമുക്ക് കിട്ടുന്ന വാല്യൂ അറൗണ്ട് 63.75 MPa. ഇതാണ് ആൻസർ. ഒരു 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. ഇവിടെ നമുക്ക് 5 മാർക്ക് സിമ്പിളായിട്ട് കിട്ടും. ഓക്കെ. ഇനി അതിൻ്റെ രണ്ടാമത്തെ പാർട്ടിലേക്ക് നമുക്ക് പോവാം. രണ്ടാമത്തെ പാർട്ടിൽ ക്വസ്റ്റ്യന് ശ്രദ്ധിക്കുക. സ്റ്റെപ്പ്ഡ് ഷാഫ്റ്റ്. ഇവിടെ സ്റ്റെപ്പ്ഡ് ഷാഫ്റ്റാണ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. മാക്സിമം ഡയമീറ്റർ 45 mm ആൻഡ് ദ മിനിമം ഡയമീറ്റർ 30 mm. ദ ഫില്ലറ്റ് റേഡിയസ് ഈസ് 6 mm. ദ ഷാഫ്റ്റ് ഈസ് സബ്ജക്റ്റഡ് ടു ആൻ ആക്സിയൽ ലോഡ് 10 kN. 10 kN തന്നെയാണ്, പക്ഷെ അതിൻ്റെ ഒരു സ്റ്റെപ്പ്ഡ് ഷാഫ്റ്റാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആ സ്റ്റെപ്പ്ഡ് ഷാഫ്റ്റ് നോക്കാം. ഇതാണ് സ്റ്റെപ്പ്ഡ് ഷാഫ്റ്റ്. ഇതിൻ്റെ മാക്സിമം ഡയമീറ്റർ ഇതാ ഇവിടെയാണ് വരുന്നത്, മിനിമം ഡയമീറ്റർ ഇവിടെയാണ് വരുന്നത്. സ്റ്റെപ്പ്ഡ് ഷാഫ്റ്റാണ്. ഓക്കെ. അപ്പോൾ ഇവിടെ വാല്യൂസ് വരുന്നത് നോക്കാം. മാക്സിമം ഡയമീറ്റർ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് 45 ആണ്. ദെൻ മിനിമം ഡയമീറ്റർ 30 ആണ്. ഇതിൽ മാർക്ക് ചെയ്തത് ഒന്ന് ഞാൻ മാറ്റുന്നുണ്ട്. മാക്സിമം തന്നിട്ടുള്ളത് 45 ആണ്. ഇത് 45 ആണ് വാല്യൂ. ഇവിടെ വാല്യൂ 30 ആണ് തന്നിട്ടുള്ളത്. 30. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി നെക്സ്റ്റ് വൺ നമുക്ക് തന്നിട്ടുള്ളത് അടുത്ത വാല്യൂസ് തന്നിട്ടുള്ളത് അതിൻ്റെ ഇവിടെ ഒരു ഫില്ലറ്റ് റേഡിയസ് ഉണ്ട്. ഇവിടെ കേർവ്ഡ് ആയിട്ടാണ് നമ്മൾ സ്ട്രെസ് കോൺസെൻട്രേഷൻ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കേർവ്ഡ് ആയിട്ടാണ് യൂസ് ചെയ്യുക. അപ്പോൾ ഫിഗറിൽ നമ്മൾ ഫിഗർ കറക്റ്റ് വരുന്നത് നമ്മൾ ഫിഗർ ഇതെങ്ങനെയാണ് വരിക? ഇവിടെ ഒരു കേർവ് ആയിട്ടായിരിക്കും, അതേ കേർവ് ഇവിടെയും വരും. ദാറ്റ് മീൻസ് ഇത് വെച്ചിട്ടൊരു റേഡിയസ് ഡ്രോ ചെയ്യുകയാണെങ്കിൽ ആ റേഡിയസ് ആണ് 6 mm എന്ന് പറഞ്ഞ ഒരു സർക്കിൾ ഡ്രോ ചെയ്യുമ്പോൾ. ഓക്കെ, അതാണ് ഇവിടെ ഫോക്കസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് വൺ അതൊരു ആക്സിയൽ ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട്. അത് 10 kN. പ്രീവിയസ് കേസിൻ്റെ അതേ സെയിം കേസ് തന്നെയാണ്. ഇനി ഇതിലെങ്ങനെ പ്രോബ്ലം നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യാം നോക്കാം. അപ്പോൾ നമ്മൾ മാക്സിമം സ്ട്രെസ്സാണ് ഇവിടെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. എങ്ങനെയാണ് മാക്സിമം സ്ട്രെസ്സ് വരുന്നത് നോക്കാം. അപ്പോൾ മാക്സിമം സ്ട്രെസ്സിൻ്റെ നമുക്കിവിടെയും സെയിം ഇക്വേഷൻ ഉപയോഗിക്കാം. സിഗ്മ മാക്സ് എന്തായിരുന്നു? സിഗ്മ മാക്സിൻ്റെ ഇക്വേഷൻ സിഗ്മ മാക്സ് ഈക്വൽ ടു എഫ് ബൈ അല്ലെങ്കിൽ ലോഡ് ബൈ ഏരിയ ഇൻറ്റു സ്ട്രെസ് കോൺസെൻട്രേഷൻ ഫാക്ടർ KT. അപ്പോൾ ഇവിടെ സ്ട്രെസ് കോൺസെൻട്രേഷൻ ഫാക്ടർ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഇവിടെ ഇതേ മെത്തേഡിൽ ഇതേ മോഡൽ സ്റ്റെപ്പ്ഡ് ഷാഫ്റ്റിൻ്റെ കേസ് നമ്മൾ ഡാറ്റ ബുക്കിൽ പേജ് നമ്പർ 42 ചെക്ക് ചെയ്യാം. പേജ് നമ്പർ 42 ചെക്ക് ചെയ്യാം. അവിടെ ഇതേ രീതിയിൽ ഒരു XY ഗ്രാഫ് ഉണ്ടാവും. അതിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള കേവുകൾ വരും.
ഇവിടെ നമുക്ക് എക്സ് ആക്സിസിൽ കൊടുത്തിട്ടുള്ളത് R/D റേഷ്യോ ആണ്. ദെൻ വൈ ആക്സിസിൽ KT. അപ്പോൾ R/D റേഷ്യോ എന്താ നോക്കാം. എന്താണ് R എന്താ ഫില്ലറ്റിൻ്റെ റേഡിയസ് ആണ്. അപ്പോൾ R/D എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മോളസ്റ്റ് ഡയമീറ്റർ. ആറിൻ്റെ വാല്യൂ എത്രയാണ് 6 ആണ്. ഡിവൈഡ് ബൈ സ്മോളസ്റ്റ് D എത്രയാണ് ഇവിടെ 30 ആണ്. ഓക്കെ, അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാല്യൂ 0.2 കിട്ടും. അപ്പോൾ 0.2 R/D റേഷ്യോന് കറസ്പോണ്ടിങ് KT വാല്യൂ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യാം. അപ്പോൾ KT എത്ര കിട്ടും നോക്കാം. അപ്പോൾ KT ഇവിടെ ഡാറ്റ ബുക്കിൽ നിന്ന് കിട്ടുന്ന വാല്യൂ 1.55 ആണ്. 1.55 നമുക്ക് കിട്ടുന്ന വാല്യൂ എന്താണ് 1.55. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് R/D റേഷ്യോ ഉണ്ടാവും, അഡീഷണൽ ഒരു D/D റേഷ്യോ വരുന്നുണ്ട്. D/D റേഷ്യോ എന്താ ഇവിടെ 45 ഡിവൈഡ് ബൈ 30 ആണ്. 45 ഡിവൈഡ് ബൈ 30 അപ്പോൾ 1.5 കിട്ടും. ഈ രണ്ട് വാല്യൂസിന് കറസ്പോണ്ടിങ് ദാറ്റ് മീൻസ് ഈ ഒരു R/D റേഷ്യോ 0.2ഉം ഇതേ രീതിയിൽ D/D റേഷ്യോ 1.5. ഇതിൻ്റെ കറസ്പോണ്ടിങ് ഈ ഗ്രാഫിൽ എന്ത് ചെയ്യണം, പേജ് നമ്പർ 42 വരുന്ന ഗ്രാഫിൽ KT വാല്യൂ സ്ട്രെസ് കോൺസെൻട്രേഷൻ ഫാക്ടർ വാല്യൂ എത്ര കിട്ടും 1.55 കിട്ടും. ഓക്കെ, ആ വാല്യൂ നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ്സ് ഈക്വൽ ടു ലോഡ് എത്രയായിരുന്നു 10 × 10⁻³ ഡിവൈഡ് ബൈ ഏരിയ നമ്മൾ ഫെയിലിയർ ആവുന്ന ഏരിയ എടുക്കണം. കഴിഞ്ഞ മെത്തേഡിൽ ചെയ്തതേ മെത്തേഡ് മിനിമം ഏരിയ എടുക്കണം. മിനിമം ഏരിയ എന്താ ഇവിടെ π/4 D² ആണ്. ഷാഫ്റ്റ് ആണല്ലോ π/4 D² എന്താ സ്മോളസ്റ്റ് ഡയമീറ്റർ എടുക്കണം 30² ഇൻറ്റു KT വാല്യൂ എത്രയായിരുന്നു 1.55. ഓക്കെ, അപ്പോൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫൈനലി കിട്ടുന്ന വാല്യൂ അറൗണ്ട് 21.93 MPa കിട്ടും. ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഇതുവഴി നമുക്ക് 5 മാർക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ വീഡിയോ ലെക്ചർ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. നെക്സ്റ്റ് ക്ലാസ്സിൽ അടുത്തൊരു മെത്തേഡ് പ്രോബ്ലമായിട്ട് നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു.